ഇടത് കോട്ടയെന്നാണ് കണ്ണൂരിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഒരു മുന്നണിയോടും പ്രത്യേക മമത കാട്ടിയ ചരിത്രമില്ല കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 11 തെരഞ്ഞെടുപ്പുകളിൽ 6 തവണ UDFും 5 തവണ LDFും കണ്ണൂർ മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. 1951-ൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലിനെ പാർലമെന്റിലേക്ക് അയച്ച ചരിത്രമുണ്ട് കണ്ണൂരിന്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറെ വേരോട്ടമുള്ള ഈ മണ്ണിൽ നിന്ന് മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന 77-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയിലെ CK ചന്ദ്രപ്പൻ ജയിച്ചു കയറിയത് കോൺഗ്രസ് പിന്തുണയോടെയാണ്. സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിരുന്നു അന്ന് CPI. 80-ൽ പക്ഷേ കഥ മാറി. AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ഇടത് പാളയത്തിലെത്തി. ആന്റണി കോൺഗ്രസിലെ K കുഞ്ഞമ്പു ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDFിന്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും തട്ടകമായിരുന്നു. 1984 മുതൽ 98 വരെ തുടർച്ചയായി 5 തവണ മുല്ലപ്പള്ളി ലോക്സഭയിൽ കണ്ണൂരിനെ പ്രതിനിധീകരിച്ചു. 99-ൽ AP അബ്ദുള്ളക്കുട്ടിയിലൂടെയാണ് LDF കണ്ണൂരിൽ തിരികെ എത്തിയത്. 2004-ലും ഈ വിജയം ആവർത്തിച്ചു. അബ്ദുള്ളക്കുട്ടി UDF പാളയത്തിലേക്ക് ചേക്കേറിയതിനു ശേഷം നടന്ന 2009-ലെ തെരഞ്ഞെടുപ്പിൽ K സുധാകരനിലൂടെ UDF കണ്ണൂർ വീണ്ടും തിരിച്ചുപിടിച്ചു. എന്നാൽ 2014-ലെ രണ്ടാം അംഗത്തിൽ 6566 വോട്ടിന് LDFിലെ PK ശ്രീമതിക്ക് മുന്നിൽ സുധാകരന് കാലിടറി. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ LDFിന് 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജില്ലയിലെ വോട്ടർമാരുടെ മനസ്സ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചാഞ്ചാടുന്ന ഒരു മനസ്സാണ് എന്നതാണ് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില അനുസരിച്ച് 1,02,476 വോട്ടുകളുടെ മേൽക്കൈ കണ്ണൂരിൽ LDFിനുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ചിത്രം ആവർത്തിക്കാത്ത മുൻകാല ചരിത്രത്തിലാണ് UDF പ്രതീക്ഷ. 60% വരുന്ന ഹിന്ദു വോട്ടുകളാണ് കണ്ണൂരിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി. മലയോര മേഖലകളിലെ ക്രൈസ്തവ വോട്ടർമാരിൽ ഭൂരിഭാഗവും കാലങ്ങളായി UDFിനെയാണ് പിന്തുണയ്ക്കുന്നത്. UDFിനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ വിള്ളലാണ് കഴിഞ്ഞ തവണ K സുധാകരന് തിരിച്ചടിയായത്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,47,117 വോട്ടർമാരാണ് മണ്ഡലത്തിലുണ്ടായിരുന്നതെങ്കിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് നിലവിലെ വോട്ടർമാരുടെ എണ്ണം 12,65,678 കഴിഞ്ഞ തവണത്തേക്കാൾ 2,65,561 വോട്ടർമാരുടെ വർധനവ്. ഈ പുതിയ വോട്ടർമാരും മാറിയ രാഷ്ട്രീയ സാഹചര്യവും ആരെ പിന്തുണയ്ക്കും എന്നതനുസരിച്ചാവും ഇത്തവണ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.